എന്താണ് പറയുന്നത്? കൊലക്കുറ്റം 14 പേർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചനയുമായിട്ട് KB കുഞ്ഞിരാമൻ അടക്കം ഗൂഢാലോചനയിൽ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. 14 പേർക്കെതിരെ ശിക്ഷ വിധി വരാനുണ്ട്. അവരെ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട് നമുക്ക്. പക്ഷേ 10 പേരെ വെറുതെ വിട്ടതിൽ, ഗൂഢാലോചനയിൽപ്പെട്ട 10 പേരെ വെറുതെ വിട്ടതിൽ തൃപ്തരല്ല. അത് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, PPI പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും തീരുമാനിക്കുന്നതായിരിക്കും. അതിനൊക്കെ അപ്പീൽ പോകണം, അവർ കൂടുതൽ ഹൈക്കോടതിയെ സമീപിക്കണമെന്നൊക്കെ ഞാൻ PPI ആലോചിച്ചതിന് ശേഷം. ഈ 10 പേരെ കുറ്റമുക്തരാക്കിയതിൽ നമ്മൾ കോടതിയെ തൃപ്തരല്ല കോടതിയിൽ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രശ്നമില്ല. വിധിയിൽ ഈ ഒരു കുറ്റം തെളിയിക്കാൻ പറ്റിയ 14 പേർക്കെതിരെ കുറ്റം തെളിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അടക്കമുള്ള ഗൂഢാലോചനയും പെട്ട ആൾക്കാരടക്കമുള്ള 14 പേർക്കെതിരെ കുറ്റം കോടതി കണ്ടെത്തിയതിലും കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിലുള്ള സന്തോഷമുണ്ട് കോടതിയിൽ പറഞ്ഞതിൽ. പക്ഷേ ഗൂഢാലോചന അവരെ വെറുതെ വിട്ടതിൽ നമുക്ക് തൃപ്തരല്ല. അത് PPI നമ്മളെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് തുടർ നടപടികൾ നമ്മൾ ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ KB കുഞ്ഞിരാമൻ അടക്കമുള്ള ആൾക്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി.